എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് അടിപൊളി ഒരു പച്ചമാങ്ങ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കത് ഇപ്പോഴാണെങ്കിൽ മാങ്ങയുടെ സീസണൊക്കെയാണ്, നമുക്കതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിന് ഞാൻ പച്ചമാങ്ങ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പാലും ആവശ്യമാണ്. അതായത് പാൽ നല്ല കാച്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയ പാലാണ് ഇതിന് ആവശ്യം. പക്ഷേ ഞാൻ സ്വല്പം തണുപ്പിച്ച പാലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ കട്ടയുള്ള പാലാണ് കൂടുതൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കാച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പാലും പഞ്ചസാരയും മാങ്ങയും വെച്ചാണ് നമ്മളിത് ഈ ഷേക്ക് ചെയ്യണത്. അപ്പോൾ ഇതിന് ഇന്ന മാങ്ങ എന്നൊന്നുമില്ല, ഏത് മാങ്ങ വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഈ മാങ്ങ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലിട്ടിട്ട് 2 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ അടിക്കുമ്പോൾ നമുക്കത് വെന്ത് കിട്ടും. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കീറി ഇതായി കിട്ടുന്നതാണ്. നമുക്കിനി വേവിച്ചതിന് ശേഷം നോക്കാം. മാങ്ങ ഇവിടെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഞാനൊരു 2 വിസിലാണ് അടിച്ചത് കണ്ടു. ഇപ്പോൾ ഇതേപോലെ പൊളിഞ്ഞു കിട്ടും. നമുക്കപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് അടർത്തിയെടുത്തതിന് ശേഷം ആ മാങ്ങയാണ് നമ്മൾ ചെത്തിയെടുത്തിട്ട് നമ്മൾ ജാറിലിട്ടിട്ട് അടിച്ച് ഇത് ഷെയ്ക്കായിട്ട് എടുക്കണത്. അപ്പം നമുക്ക് ഇതെല്ലാം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി വെക്കാം. അങ്ങനെ നമ്മൾ 4 മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൾപ്പാണ് ആവശ്യം. അതിനായിട്ട് ഞാനൊരു കത്തി വെച്ച് ഇത് മുറിച്ച് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾക്ക് ഇതും പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ഷേക്കായിട്ട് എടുക്കാവുന്നതാണ്. മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ളത് ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് പറയാൻ നമുക്ക് കറക്റ്റായിട്ട് പറ്റില്ല, ഓരോരുത്തരും മധുരത്തിനനുസരിച്ചും അതുപോലെ തന്നെ മാങ്ങയുടെ പുളിക്കും അനുസരിച്ചാണ് നമ്മൾ മധുരം ചേർക്കേണ്ടത്. ഞാനിതിൽ കൂടാതെ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 മാങ്ങയും അതുപോലെ 1/2 ലിറ്റർ പാല്, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി അടിച്ച് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മളിത് വേവിച്ചതാണല്ലോ, അതുകൊണ്ട് അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പച്ചമാങ്ങ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. നമുക്ക് ഒത്തിരി ദാഹവും ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉഷാറും കാര്യങ്ങളൊക്കെ കിട്ടും. മാത്രമല്ല ഇപ്പം നമുക്ക് മാങ്ങയുടെ ഒരു സീസണാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.